പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ കേരളവും പശ്ചിമ ബംഗാളും തമിഴ്നാടും എല്ലാം ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. ആസാമും ഏറെ പ്രസക്തമാണ്. കാരണം CAA ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സജീവമായിട്ടുള്ള ഒരു പ്രദേശമാണ് ആസാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു വാർത്തയെക്കുറിച്ച് ഒരല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തമിഴ്നാട്ടിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ DMKക്ക് അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കേണ്ടതാണ്. 39 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ ലോക്സഭയിലേക്കുള്ളത്. അവിടെ വലിയ മുന്നേറ്റമാണ് അവരുണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഈ പനീർശെൽവം DMKയിൽ ചേർന്നേക്കും എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹം DMK അധികാരത്തിൽ വരും എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും മാധ്യമങ്ങൾക്ക് പനീർശെൽവം നൽകിയിട്ടുണ്ട്. ഞാൻ ഈ പനീർശെൽവത്തെ കാണുന്നത് പ്രത്യേകിച്ചും ജയലളിതയുടെ മരണത്തിന് ശേഷമുണ്ടായ ADMKയുടെ രാഷ്ട്രീയത്തിനകത്ത് അന്ന് ചില സ്പ്ലിറ്റിന് സാധ്യതയുണ്ടായിരുന്നു. അന്ന് പല ആളുകളും ഈ പനീർശെൽവം BJPയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാനൊരു ഓപ്പർച്യൂണിസ്റ്റ് പൊളിറ്റീഷ്യനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടും DMKയുടെ നേതൃത്വത്തിലുള്ളൊരു മുന്നണി, PMK ഒക്കെ ഉൾപ്പെടുന്ന ഒരു ADMKയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി, പിന്നെ വിജയുടെ നേതൃത്വത്തിലുള്ള TVK, ഇങ്ങനെ ആണ് അവിടുത്തെ മേജർ പ്ലെയേഴ്സായിട്ടുള്ളത്. BJPക്കും ചില മേഖലകളിൽ സ്വാധീനമുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയം, എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ എല്ലാ സംസ്ഥാനങ്ങളും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ടേൺ കോഡ്സ്, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൂടുതൽ നേതാക്കൾ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ്. ഇപ്പോൾ VT സതീഷിനോടും ചില ആളുകൾ ഇന്ന് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, പ്രവർത്തകരുടെ വികാരം എന്ന പോലെ. അതായത് കോൺഗ്രസ്സിലേക്കോ UDFയിലേക്കോ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് കടന്നു വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയാൽ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം നൽകിയാൽ, വർഷങ്ങളോളം കോൺഗ്രസ് പാർട്ടിയുമായി UDFുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കുറയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മുമ്പ് ഇതുപോലെ തന്നെ LDFയിലേക്ക് അല്ലെങ്കിൽ CPMയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ വന്നപ്പോൾ നിങ്ങൾ എന്താണ് അങ്ങനെ ചിന്തിക്കാതിരുന്നത്, അങ്ങനെ അന്ന് ചർച്ച ചെയ്തില്ലല്ലോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒരു 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 പ്രതിഭാസമാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു അവസരവാദ രാഷ്ട്രീയം കളിച്ചയാൾ ഷെൽവരാജാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള, എനിക്ക് തോന്നുന്നു നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള MLA ആയിരുന്നു അദ്ദേഹം UDFന് 72 MLAമാരുടെ പിന്തുണയുണ്ടായിരുന്ന കാലത്ത് പിറവം TM ജേക്കബിൻ്റെ മരണത്തെ തുടർന്ന് പിറവം ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കേണ്ടതായ ഒരു സാഹചര്യത്തിലാണ് അന്ന് ഷെൽവരാജ് UDFയിലേക്ക് വന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതൊക്കെ ഭരണം ലഭിച്ചു കഴിഞ്ഞാലും ഇത്തരം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഭരണം ലഭിക്കാനിരിക്കുന്ന ഒരു മുന്നണിയിലേക്ക് ആളുകൾ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് എങ്കിൽ പനീർശെൽവത്തിൻ്റെ ഈ മാറ്റത്തെ നമുക്ക് DMKക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട് എന്ന് കാണാൻ കഴിയും എന്നൊരു നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടതായി വരും. മിക്കവാറും 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, കൊടൈക്കനാൽ പോലെയുള്ള ചില സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യാത്രയിലും പാർക്ക് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടുമുട്ടുന്ന ആളുകളുമായി ഒരു ചെറിയ രീതിയിൽ അഭിപ്രായങ്ങൾ ആരായുമ്പോൾ എന്താണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.